നമ്മുടെ പയ്യൻ പെരേരനെ ഒരുത്തനെ അടിക്കുന്നൊരു വെല്ലു വിളിച്ചു, ഒരു കൊച്ചിക്കാരൻ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാള് ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. അവനെങ്ങനെ മുമ്പിൽ വന്നാണ്ടല്ലോ, ആ കഴിഞ്ഞ ദിവസം പല ചാനലിലും കയറി പറഞ്ഞാണ്ടല്ലോ പെരേരനെ ഇടിക്കും, തീട്ടവയറ് കുത്തിപ്പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞേ. നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചത് സ്വാഭാവികമാണല്ലോ. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും. ഞങ്ങള് ബോഡി ഗാർഡ് എത്ര പേരാന്ന് പറയാം? 3 പേരാ. വിഷ്ണു കൊച്ചിക്കാരൻ, മാഹി മോര, അഭിലാഷോട്ടയം. ഇവരുള്ളപ്പോ അവനൊരു കോപ്പും ചെയ്യുന്നില്ല. ഇവനിപ്പോ എന്ത് വെറുതെ ചിരിപ്പിക്കരുത്. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ ഒന്നോളാം. ഞാൻ നിൽക്കല്ലേ? എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. പോളൂ. ശരി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ ഉണ്ടായി. നീ ഏത് പരിപാടിക്കുണ്ടോ? ഞാനും ഏത് പരിപാടിക്ക് വന്നാലും ഞാനും ഇവിടെ ഉണ്ട്. അല്ല, നീ എന്ത് ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കണ. അവന ഞാൻ തല്ലിട്ട പോളൂ. ഞാൻ ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വിളിച്ചാണോ? എന്താണോ വയ്യേ? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഉണ്ട്, ഇവൻ വെല്ലു വിളിച്ചു. എന്റെ പഞ്ഞാട് ഞാൻ തല്ലിയത്. ഏത് ബോഡി ഗാർഡാണെങ്കിലും ഏത് തീട്ടങ്ങളാണെങ്കിലും ഞാൻ തല്ലിട്ടേ പോളൂ. ഓക്കെ, അത്രക്കായോ? എന്നാ നാട്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ? നോക്കാം, നോക്കിയാ മതി. നോക്കാട്ടോ. നോക്കിയാ മതി. ഓക്കെ, വേണ്ട, മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാനേ സജേട്ടന്റെ ആളാണ് പറയാ. വേണ്ട, പെരേരനെ ഞാൻ തല്ലിട്ടേ പോളൂ. കണ്ട് നോക്കിക്കോ. ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളും. മച്ചാനെ കണ്ടോട്ടെ മച്ചാനെ. ഞാൻ തല്ലിട്ടേ പോളൂ മച്ചാനെ. എനിക്കറിയാം. നിനക്ക് ഞാനെന്താ ചെണ്ടേ? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും